ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. അപ്പോൾ രാവിലെ ദോശയും എന്താ പറയുക തലേന്നത്തെ മീൻകറി വറ്റിച്ചതുമായിരുന്നു കേട്ടോ ഇന്ന് കഴിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്താ പറയുക ഉച്ചക്കത്തേക്ക് ബിരിയാണി വാങ്ങിയിട്ട് വരാമെന്നൊക്കെ ചേട്ടൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുമില്ല, ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരുപാട് താമസിച്ചാണ് കഴിച്ചത്. ഒരു എന്താ പറയുക 11 മണിയൊക്കെ കഴിഞ്ഞ് കേട്ടോ. അപ്പോഴാണ് ഞാൻ ചായയും ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്താ പറയുക മക്കളെ പോയി വിളിച്ചിട്ട് വരാനുള്ള സമയമായി. ഉച്ചയ്ക്ക് ഞാൻ ഒന്നും കഴിച്ചില്ല, കാര്യം ബിരിയാണി കൊണ്ടുവരുന്നത് നോക്കി 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 അങ്ങനെ ഇരുന്നു. അപ്പോൾ 3 മണിയാവാറായി. 3 മണിക്ക് അംഗൻവാടിയിൽ പോയി മക്കളെ വിളിക്കണമല്ലോ. അപ്പോൾ വിളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് എന്തായാലും ചേട്ടൻ വീട്ടിലുണ്ടാവും, കാര്യം എത്താറായി എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ കാരണം എന്താ ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിക്കാതെ കട്ട വെയിറ്റിംഗ് ബിരിയാണിക്ക് വേണ്ടിയായിരുന്നു. അപ്പോൾ ബിരിയാണി ഉച്ചയ്ക്ക് എത്തുമെന്ന് വിചാരിച്ചു, പക്ഷെ വന്നില്ല. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. ഒരേ മഴയായിരുന്നു കേട്ടോ. അതാണ് ഇങ്ങനെ അംഗൻവാടിയുടെ ഫ്രണ്ട് ഫുള്ള് കരിയില കയറി നിറഞ്ഞ് കിടക്കുന്നത്. അത്രയ്ക്ക് മഴയായിരുന്നു. അപ്പോൾ എന്താ നമ്മൾ അംഗൻവാടിയിൽ എത്തിയിട്ടുണ്ട്. മക്കളൊക്കെ എല്ലാവരും പോയി കേട്ടോ, തിരിച്ച് വീട്ടിൽ പോയായിരുന്നു. ഇവിടെ ഒരുപാട് ചെടികളുണ്ട്, എന്താ കറ്റാർ പോളയും അതുപോലെ തന്നെ ഒത്തിരി ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ശക്തമായ കാറ്റുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ ഇലകളും വീണ് കിടക്കുന്നത്. അപ്പോൾ രണ്ടുപേരും ഉറക്കപ്പിച്ചിലൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ എന്താ ചേട്ടൻ വന്നു കേട്ടോ. ചേട്ടൻ വന്നപ്പോൾ ജ്യൂസും അതുപോലെ തന്നെ ബിരിയാണിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജ്യൂസൊക്കെ കുടിച്ചു, മക്കൾക്കും കൊടുത്തു. അപ്പോൾ എന്താ പറയുക ചേട്ടൻ വന്ന പാടെ എന്താ പറയുക ബിരിയാണി അങ്ങോട്ട് തുറന്നു, അതങ്ങോട്ട് കഴിക്കാമെന്നും പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ ഞാനും മക്കളും കൂടെ ബിരിയാണി കഴിച്ചു. ബിരിയാണി എന്ന് പറയുമ്പോൾ ഒട്ടും മടുക്കാത്ത സാധനമാണ്. അതായത് എവിടെ പോയാലും ഫസ്റ്റ് ഓപ്ഷൻ ബിരിയാണി. ആദ്യമേ പോകുമ്പം പറയാം എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കഴിക്കണം എന്നൊക്കെ പറഞ്ഞായിരിക്കും പോവുക. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ബിരിയാണിയിലോട്ടാണ് കണ്ണ്. അങ്ങനെ പിന്നെ ബിരിയാണിയാണ് കഴിക്കാറ്. ബിരിയാണി പല കടയിൽ നിന്ന് നമ്മൾ പല ടേസ്റ്റിലാണല്ലോ കിട്ടുക. എനിക്ക് ഈ ചിക്കൻ വറുത്ത രീതിയിലൊക്കെ, അത് ബിരിയാണി അല്ലെന്നൊക്കെ പറയുന്നത്, പക്ഷെ ബിരിയാണി ചിക്കൻ വറുത്ത രീതിയിലൊക്കെ വെക്കുമല്ലോ, എനിക്കതാണ് കേട്ടോ ഒരുപാട് ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനത്തെയാണ് ഇഷ്ടമെന്നൊക്കെ കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ചായ കുടി സമയമായപ്പോൾ എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് നമ്മൾ ചായ കടി പലഹാരം അത് വാങ്ങിയിട്ട് വന്നു. അങ്ങനെ നമ്മൾ ചായയൊക്കെ ഇട്ടു. പിന്നെ ഞാനും അച്ഛനും ചേട്ടനും പിള്ളേരും കൂടെ ചായയും കുടിച്ചു. അങ്ങനെ അതൊക്കെ അങ്ങോട്ട് കഴിച്ചു. അങ്ങനെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങ് പോയിട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.